കേരളത്തിൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തോടു കൂടി തന്നെ പ്രചരിച്ച ചികിത്സാ സമ്പ്രദായമാണ് അസ്മാഅ് തൊൽസമാത്ത്. പൂർവികരും സമകാലികരുമായ പണ്ഡിതന്മാർ ഈ ചികിത്സാ സമ്പ്രദായത്തിലൂടെ സമുദായത്തിനും സമൂഹത്തിനും വളരെ വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആത്മീയാചാര്യന്മാരായ മശായിഖുമാർ, പണ്ഡിതന്മാർ തങ്ങളുടെ മുരീദുമാർക്ക് ആവശ്യമായ ആത്മീയ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതോടുകൂടി തന്നെ സമുദായത്തിനാവശ്യമായ, സമൂഹത്തിനാവശ്യമായ ഈ ചികിത്സാ സമ്പ്രദായവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. മുരീദുമാരുടെ ആത്മീയ ഔന്നത്യത്തിനു വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനു കൂടി തന്നെ അവരുടെ ഭൗതികമായ ചികിത്സക്കും മറ്റും ആവശ്യമായ ചികിത്സാ രഹസ്യങ്ങളും ചികിത്സകളും അവർക്ക് മശായിഖുമാർ പറഞ്ഞു കൊടുത്തിരുന്നു. ഇതുപോലെ സമൂഹത്തിന് സേവനം ചെയ്തിരുന്ന മശായിഖുമാർ ധാരാളം പേരുണ്ട്. നമ്മുടെ സമകാലികരുണ്ട്, വഫാത്തായി പോയ മഹാന്മാരുണ്ട്. നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഷെയ്ഖായിരുന്നു, ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്ന, ധാരാളം മുരീദുമാരുണ്ടായിരുന്ന മഹാനായ ഐലക്കാട് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ തൻ്റെ മുരീദുമാർക്ക് അവരുടെ ആത്മീയോത്കർഷത്തിനാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് കൂടി തന്നെ തൻ്റെ അടുക്കൽ വരുന്ന മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ബുദ്ധിമുട്ടുകൾക്കുള്ള ചികിത്സ അസ്മാഅ് തൊൽസമാത്ത് ചികിത്സാ സമ്പ്രദായത്തിലൂടെ പരിഹാരം കണ്ടിരുന്നു. അവരുടെ ചികിത്സാ സമ്പ്രദായത്തിന് സാക്ഷികളായ ധാരാളം ആളുകളുണ്ട്. ഒരു ചെറിയ സംഭവം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട EV അബ്ദുറഹ്മാൻ സാർ നോളജ് സിറ്റിയുടെ രൂപീകരണ സമയത്ത്, അതിൻ്റെ തുടക്കകാലത്ത് അതിൻ്റെ അണിയറ പ്രവർത്തകരിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനിടയായി. ഉസ്താദുൽ അസാത്തീദ് OK ഉസ്താദിൻ്റെ മകനും വലിയ പണ്ഡിതനുമായിരുന്ന OK സലാം ഉസ്താദ് മഹാനവർകൾ ഈ ചികിത്സാ സമ്പ്രദായത്തെ പ്രാക്ടീസ് ചെയ്തിരുന്ന മഹാനാണ്. ഒരിക്കൽ EV സാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വെറ്റില ഉപയോഗപ്പെടുത്തി അതിൻ്റെ ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ EV സാറിന് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ EV സാറിൻ്റെ അടുക്കൽ അയലക്കാടുള്ള KV മുഹമ്മദ് ഹാജി പറഞ്ഞ സംഭവം. KV മുഹമ്മദ് ഹാജി വർഷങ്ങളോളം മഹാനായ അയലക്കാട് ഷെയ്ഖ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹുവിൻ്റെ സന്തത സഹചാരിയായി ഒപ്പം കൂടിയിരുന്ന ആളാണ്. പല ചികിത്സാ മുറകളും നേരിട്ട് വീക്ഷിച്ചിരുന്ന ആളാണ്. ഒരിക്കൽ മലേഷ്യക്കാരനായ ഒരു വ്യക്തിയുടെ ഭാര്യയ്ക്ക് ശൈത്താനിയത്ത് മൂലമുള്ള മാനസികാസ്വാസ്ഥ്യം വളരെ വലുതായുണ്ടായി. സിറാജുദ്ദീൻ ഖാദിരി തങ്ങൾ ചെല്ലുകയും അസ്മാഅ് തൊൽസമാത്തിൻ്റെ ചികിത്സാ മുറകൾ അവിടെ പ്രയോഗിക്കുകയും ആ ചികിത്സയിൽ പോത്തിൻ്റെ തല പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ചികിത്സയ്ക്ക് പോയി ചികിത്സിച്ചു. ആ ഭാര്യയുടെ രോഗം സുഖമായി സന്തോഷത്തോടെ അവർ ഇട്ടുകൊടുത്ത ചായയും കുടിച്ചിട്ടാണത്രേ സിറാജുദ്ദീൻ ഷെയ്ഖും അവരുടെ കൂടെ KV മുഹമ്മദ് ഹാജിയും മടങ്ങിപ്പോന്നത്. മടങ്ങിപ്പോന്ന വേളയിൽ ആ അമലിൻ്റെ ഫലമായി കരിച്ചു കളഞ്ഞ ശൈത്താനിൻ്റെ ദുർഗന്ധം പോലും ഇവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതായി ഈ KV മുഹമ്മദ് ഹാജി EV സാറിനോട് പറയുകയുണ്ടായത്രേ. ഈ രീതിയിലുള്ള ചികിത്സാ മുറകൾ ചെയ്യുന്നതിൽ കൂടെ തന്നെ ഒരുപാട് വലിയ പണ്ഡിത മഹത്തുക്കളുടെ, ഒരുപാട് മഹാന്മാരായ ആളുകളുടെ ഷെയ്ഖുമായിരുന്നു സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു. ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനും ഒരു ആത്മീയ നേതൃത്വവുമായ മമ്മിക്കുട്ടി ഹസ്രത്ത്, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ആനക്കര ഉസ്താദ് എന്ന മഹാൻ, അവരുടെ ഷെയ്ഖായ അറമാൻ കുട്ടി മുസ്ലിയാർ, ഈ അറമാൻ കുട്ടി മുസ്ലിയാർ മഹാനായ സിറാജുദ്ദീൻ ഖാദിർ റളിയല്ലാഹുവിൻ്റെ മുരീദായിരുന്നു. പറഞ്ഞു വന്നത്, രണ്ടു മേഖലയും തങ്ങളുടെ മുരീദുമാർക്ക് വേണ്ട ആത്മീയ നിർദ്ദേശങ്ങൾ നൽകുന്നത് കൂടെ തന്നെ സമുദായത്തിനാവശ്യമായ, സമൂഹത്തിനാവശ്യമായ അസ്മാഅ് തൊൽസമാത്ത് എന്ന ചികിത്സാ സമ്പ്രദായം അവർ ചെയ്തിരുന്നു, പ്രചരിപ്പിച്ചിരുന്നു. ഇതുപോലെ ധാരാളം പണ്ഡിതന്മാർ ഈ ചികിത്സയ്ക്ക് സമൂഹത്തിന് ഉപകാരമാകട്ടെ എന്ന് കരുതി വലിയ സ്ഥാനം അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കാനുള്ളത്, മഹാന്മാർ കൊണ്ടു നടന്ന ചികിത്സാ സമ്പ്രദായമായിരിക്കെ തന്നെ കാലക്രമേണ ഇതിനും ഒരുപാട് വ്യാജ രൂപങ്ങൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഏത് ഒറിജിനലും അങ്ങനെയാണ്. ഒരു വ്യാജനുണ്ടാകും, വ്യാജ രൂപങ്ങളുണ്ടാകും. അതെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് MY അബ്ദുള്ള മുസ്ലിയാർ എന്ന പാണാവള്ളി ഉസ്താദിൻ്റെയും ഉസ്താദ് സ്ഥാപിച്ച സിം അക്കാദമിയുടെയും പ്രസക്തി.
ആത്മീയ വൈദ്യശാസ്ത്രം മറ്റേതൊരു വിജ്ഞാന ശാസ്ത്രവും പോലെ തന്നെ ഒരു വിജ്ഞാന ശാഖയാണെന്നും മറ്റ് വിജ്ഞാന ശാഖകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ ആലിമീങ്ങളും ഇത് കൈകാര്യം ചെയ്യണമെന്ന് ചെയ്യേണ്ട വിജ്ഞാന ശാഖയാണിതെന്ന് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും പണ്ഡിത സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ആ ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കാനും ഉസ്താദിൻ്റെ ഈ ശ്രമങ്ങൾ കൊണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, സങ്കടകരമായ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റോ ഈ വിജ്ഞാന ശാഖയെ നഖശിഖാന്തം എതിർക്കുകയും ഇതിന് നേതൃത്വം നൽകുന്നവരെ സമൂഹത്തിന് മുന്നിൽ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ. ഇവരുടെ ചർച്ചകൾ കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകുന്നത് ഇതെല്ലാം ഒരു വ്യക്തിവൈരാഗ്യത്തിനാണോ എന്നാണ്. മാത്രമല്ല, നമുക്ക് മുന്നിൽ പല പാഠങ്ങളുമുണ്ട്. അതായത് ഇത്തരം ചർച്ചകൾ പലരെയും ചെന്നെത്തിച്ചത് പുത്തനാശയക്കാരുടെ പാളയത്തിലാണ്. മാത്രവുമല്ല, പല ചർച്ചകളും കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത് ഇതുവരെ ഇവിടെ ജീവിച്ച പർവ്വത സമാനരായ മഹാമനീഷികൾ ചെയ്തു വെച്ച കാര്യങ്ങളെ പച്ചയായി എതിർക്കുകയും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം ന്യായീകരിച്ച് തങ്ങളുടെ സ്വതാൽപര്യങ്ങൾക്കുള്ള വിളയാട്ടമാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഈ രംഗത്ത് ഒരുപാട് സംഭാവനകൾ ഉസ്താദ് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് സഫല ചികിത്സാ സാഗരം. 10 വാള്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം ആത്മീയ ചികിത്സാ മേഖലയിൽ വലിയ മുതൽക്കൂട്ടാണ്. ആത്മീയ ചികിത്സയെക്കുറിച്ച് വളരെ ബൃഹത്തായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ആ ഗ്രന്ഥം ഷെയ്ഖുന സുൽത്താൻ ഉലമയാണ് പ്രകാശനം ചെയ്തത്. ധാരാളം ആലിമീങ്ങൾ അത് പരിചയപ്പെടുകയും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥം പാണാവള്ളി ഉസ്താദിൻ്റെ തദ്വിഷകമായിട്ടുള്ള പാണ്ഡിത്യത്തിൻ്റെയും അർപ്പണ ബോധത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. സിം അക്കാദമി സ്ഥാപിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്രത്യേക അക്കാദമിക് ലെവലിൽ തന്നെ പ്രത്യേക സിലബസോട് കൂടി തന്നെ തനിക്ക് മഹാന്മാരിൽ നിന്ന് കിട്ടിയ ഈ ചികിത്സാരൂപത്തെ ഉസ്താദ് അവതരിപ്പിക്കുന്നുണ്ട്. ധാരാളം കോഴ്സുകൾ ഇതിനുണ്ട്. ആ കോഴ്സുകൾ അതിനാവശ്യമായ സാമ്പത്തിക ചിലവുകൾ കണക്കിലെടുത്ത് ഫീസ് വാങ്ങി തന്നെയാണ് പണ്ഡിതന്മാർക്ക് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ധാരാളം പണ്ഡിതന്മാർ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഈ കോഴ്സ് പൂർത്തിയാക്കിയവരുണ്ട്. അൽഹംദുലില്ലാ, അതെല്ലാം തങ്ങളുടെ ജീവിതത്തിലെ മുതൽക്കൂട്ടാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ച ധാരാളം സന്ദർഭങ്ങളുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ഈ മേഖലയിൽ ഇനിയും സേവനങ്ങൾ ചെയ്യാനും ധാരാളം ആലിമീങ്ങളിലേക്ക് ഈ ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതോടുകൂടിയുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ കോഴ്സുകളെക്കുറിച്ചും മറ്റും കൂടുതൽ അറിയാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.